ഓം അഗത്തീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. കന്തനോട് അന്തണൻ സേരിൽ കാന്തൻ സാന്തനായി വാരാർ. ഇതൊരു പറച്ചിലാണ് തമിഴ് അസ്ട്രോളജിയിലെ. ഇതൊരു ഗ്രഹച്ചേർക്കയെ കുറിക്കുന്നതാണ്. ഇത് സ്ത്രീ ജാതകത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് തന്നെത്താനെ നിങ്ങളുടെ ജാതകത്തിൽ ഇത് നോക്കാവുന്നതാണ്. അപ്പൊ ഇത് നമ്മൾ ഈ വീഡിയോയിൽ അത് നോക്കാൻ പോകണം. അതിനുമുമ്പ് ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ ചാനൽ കാണണമെങ്കിൽ ഈ ചാനലിൽ 350-ൽ കൂടുതൽ വീഡിയോസ് ഉണ്ട്. അതിൽ 100-ൽ പരം വീഡിയോസ് കേരള അസ്ട്രോളജിയിലെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളെ ഉൾക്കൊണ്ടുകൊള്ളുന്നതാണ്. കൂടാതെ തമിഴ് അസ്ട്രോളജിയിലെ വളരെ പ്രധാനപ്പെട്ട ലോജിക്കലായിട്ടുള്ള ഇതുമാതിരി ടിപ്പുകൾ ഉള്ള വീഡിയോകളും ഒത്തിരി ഉണ്ട്. കൂടാതെ 4-5 ലൈവ് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഫുൾ ടീച്ചിങ് അതിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ നമുക്കിന്ന് ഈ വീഡിയോയിലേക്ക് പോകാം. കന്തനോടന്തണൻ സേരിൽ കാന്തൻ സാന്തനായി വരാർ. കന്തനോട് അന്തണൻ സേരിൽ കാന്തൻ സാന്തനായി വാരാർ. കേൾക്കുമ്പോ തന്നെ എനിക്ക് മനസ്സിലാവും അല്ലെ. ഒരു ജാതകത്തില് കന്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വ, അന്തണൻ എന്ന് പറഞ്ഞാൽ വ്യാഴം, ഗുരു മംഗളയോഗം എന്ന് പറയുന്നതിന് ഗുരു പ്ലസ് മംഗളൻ, ഗുരു മംഗളയോഗം ഇരുന്നാൽ, ഗുരുമംഗളയോഗത്തിന് കുറേയേറെ ഫലങ്ങള് നമ്മൾ കേരള അസ്ട്രോളജിയിൽ പറയുന്നുണ്ട്. ഇത് തമിഴ് അസ്ട്രോളജിയിൽ ഈ പാടൽ ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഓർത്തിരിക്കാൻ പറ്റും. ഇത് ആൺജാതകത്തിലും പെൺജാതകത്തിലും പല വിധത്തിലുള്ള ഫലങ്ങളാണ് നൽകുന്നത്. ഒരു ജാതകത്തില് ലഗ്ന കാലപുരുഷന്റെ ലഗ്നം ചൊവ്വ, കാലപുരുഷന്റെ അഷ്ടമഭാവവും ചൊവ്വയാണ്. അതുപോലെ ഗുരു കാലപുരുഷന്റെ 12, 9. അപ്പൊ 1, 9 എന്ന് പറഞ്ഞാല് ലഗ്ന ധർമാധിപതി യോഗമാണ്. ലഗ്ന ധർമാധിപതി യോഗം. ലഗ്ന ധർമാധിപതി യോഗം എന്നാൽ ഒരു വ്യക്തിക്ക് ലഗ്നധർമാധിപതി യോഗം ഉണ്ടെങ്കിൽ അവൻ സ്പിരിച്വൽ ആയിട്ടുള്ള മാർഗത്തിലൂടെ സഞ്ചരിക്കും. ആളുകളെ ഉപദേശിക്കുന്നവനായിട്ട് മാറും. പൂജാദി കർമ്മങ്ങൾ ചെയ്യുക, ആരാധനാലയങ്ങൾ ഏത് മതത്തിലായിക്കോട്ടെ അതിനെ ഹെൽപ്പ് ചെയ്യുകയോ അതുണ്ടാക്കുകയോ അതിൽ പ്രവർത്തിക്കുകയോ ചെയ്യുക, ആത്മീയമായിട്ടുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുക, മറ്റുള്ള വിഷയങ്ങളും പഠിപ്പിക്കുക, ഇതൊക്കെ വരും. 1. 2, തിരിച്ചും വരാലോ. അതായത് ചൊവ്വ ഗുരു ചേർക്കെ, ഗുരു ചൊവ്വ ചേർക്കെ, ഇത് ഏതിനോട് പോയി കോയിൻസൈഡ് ചെയ്യുന്നു എന്നുള്ള ഡിഗ്രി അളവില് വക്രം ഉൾപ്പെടെ നോക്കിയിട്ട് നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് ചൊവ്വയോട് ഗുരു ചേരുന്നുവോ ഗുരുവിനോട് ചൊവ്വ ചേരുന്നുവോ എന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ ചൊവ്വയോട് ഗുരു ചേർന്നാൽ, കന്തനോട് അന്തരം ചേർന്നാൽ, സേരിൽ എന്ന് പറഞ്ഞാല് ചൊവ്വയോട് ഗുരു പോയി ചേർന്നാൽ സ്ത്രീക്ക് നല്ല ഭർത്താവിനെ കിട്ടുമെന്നാണ് പറച്ചില്. കാരണം വ്യാഴം എന്നത് ധനത്തെ കാണിക്കുന്നതാണ്. നല്ല സെൽവം, നല്ല ധനത്തെ കാണിക്കുന്നതാണ്. അത്യാവശ്യം നല്ല റീസണിങ് മൈൻഡ്, ലോജിക്കൽ മൈൻഡ്, ഇതിനെയൊക്കെ കാണിക്കുന്നതാണ്. അതിന്റെ കാരകത്വം ചൊവ്വ എന്ന കണവൻ അഥവാ ഭർത്താവ്. സ്ത്രീക്ക് ഭർത്താവ് ചൊവ്വയാണ്. ഞാൻ പല വീഡിയോയിൽ പറയുന്നു. ശുക്രൻ 7-ാം ഭാവകാരകനാണെങ്കിലും ഭാർഗവോ ഭാനുപുത്ര എന്ന് പറഞ്ഞാൽ, അതായത് ദ്വിമണി, അമരമന്ത്രി, ഭൂസുത, സോമസൗമ്യ, ഗുരു, ഇനതനയാരോ ഭാർഗവോ എന്ന് പറയുന്ന ആ ഭാർഗവൻ എന്ന് പറയുന്ന 7-ാം ഭാവം സെക്സ്, ഉറവിനെ സെക്സിനെ കാണിക്കുന്ന, ലൈംഗികതയെ കാണിക്കുന്നതാണ് അവിടെ ശുക്രൻ. എന്നാൽ ഒരു സ്ത്രീക്ക് അതിനും പ്രധാനമായതാണ് അവളെ പ്രൊട്ടക്ട് ചെയ്യുക. അതുകൊണ്ട് ആ പ്രൊട്ടക്ഷൻ കാണിക്കുന്ന ചൊവ്വ കണവൻ. അപ്പൊ ആ ചൊവ്വയോടുകൂടി ഗുരു എന്ന് പറഞ്ഞ പണം, ശാന്തത, വിദ്യ, അറിവ് അല്ലെങ്കിൽ ജ്ഞാനം, ആത്മീയത ഇതൊക്കെ കാണിക്കുന്ന ഗുരു ചേരും. എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ നല്ല വിവരവും ശാന്തതയും, സാന്തനായി വാരാർന്ന് പറഞ്ഞാണ് ശാന്തതയും നല്ല പ്രശസ്തിയും
നല്ല പഴക്കവഴക്കം, നല്ല സ്വഭാവം, ഇതൊക്കെ ഉള്ള ധർമ്മിഷ്ഠനായിട്ടുള്ള ഭർത്താവിനെ കിട്ടുന്നു. ഇനി ഒരു സ്ത്രീയുടെ 4ാം ഭാവം കണക്ട് ചെയ്താണ് ചൊവ്വ ഇരിക്കുന്നത്. ഇത് 7ാം ഭാവം കണക്ട് ചെയ്തിരുന്നാൽ ഈ ഫലം വരും. അപ്പൊ 7ൽ ചൊവ്വയല്ലേ എന്ന് ചിന്തിച്ചാൽ 7ൽ ചൊവ്വ ഇരുന്നാൽ പോലും നല്ല രാശിയിലാണ് ഇരിക്കണമെങ്കിൽ ഉച്ചം, സ്വക്ഷേത്രം, മൂലത്രികോണം എന്നിവയുള്ള ചൊവ്വയുടെ രാശികളൊക്കെ നിങ്ങൾക്ക് അറിയാം. അതിലിരിക്കുകയോ ഒക്കെ ചെയ്താൽ, ശത്രുക്ഷേത്രത്തിൽ പോകാതെ ഇരുന്നാൽ ഈ ചൊവ്വ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ബലം തരും. ഗുരു ചേർന്നിരുന്നാൽ, അതും ആധിപത്യം റോങ് വാങ്ങരുത് എന്നുള്ളതൊക്കെ ഉണ്ട്. സബ് റൂളാണ്, ഞാൻ പ്രൈമറി റൂളാണ് ഇവിടെ പറയുന്നത്. സബ് റൂളൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് റൂള്, ഫസ്റ്റ് ലെയർ ഓഫ് റൂള്, ഫസ്റ്റ് റൂള് നമ്മൾ നോക്കുമ്പോൾ ഒരു ജാതകത്തില് ചൊവ്വ പ്ലസ് ഗുരു ഉണ്ടെങ്കിൽ നമ്മൾ നോക്കണം ഇവളുടെ ഹസ്ബൻഡ് നല്ലതായിരിക്കുമോ എന്ന് ചിന്തിക്കാനുള്ള വിഷയമാണ് അവിടെ തരുന്നത്. എന്നിട്ട് രണ്ടാമത് നമ്മൾ നോക്കേണ്ടത് അത് എത്രാം ഭാവത്തിലിരിക്കുന്നു എന്ന് നോക്കണം. ഇത് ഭർത്താവ് എന്നുള്ള കാരകത്വം ഉള്ളത് കൊണ്ട് ഇത് ഏത് ഹൗസിൽ പോയിരുന്നാലും ഭർത്താവിന്റെ ഗുണത്തെ തന്നെ ഇത് കാണിക്കും. അങ്ങനെയുണ്ട്. ചൊവ്വ 4ൽ ഇരുന്ന് കഴിഞ്ഞാല് ഭർത്താവ് കുടുംബവുമായിട്ട് ഈടുപാടുള്ള ആളായിരിക്കും. 2ൽ ഇരുന്ന് ധനത്തെ തേടി പോകുന്നൊക്കെ ഉള്ള ഒരു ലോജിക്ക് നിങ്ങൾ ചിന്തിച്ചോളണം. എന്ന് പറഞ്ഞ മാതിരി 4ലാണ് ഇരിക്കുന്നതെങ്കിൽ, ഇത് പുരുഷന്റെ ജാതകമാണെങ്കിൽ ചൊവ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ കാരകത്വമാണ്, ഭൂമിയുടെ കാരകത്വമാണ്. അപ്പോൾ ഗുണം, ഭൂമിയിൽ നിന്ന് ധനം കൈവരും. ഏതെങ്കിലും ഒരു ഭൂമി മേടിച്ചിട്ട് കഴിഞ്ഞാൽ അതിന് വില കൂടുകയും വിൽക്കുന്ന സമയത്ത് നല്ല വില കിട്ടുകയൊക്കെ ചെയ്യും. നല്ല മനോഹരമായിട്ടുള്ള ആത്മീയതയുള്ള ഈ 4 കെട്ട് പോലുള്ള വീടുകളും പഴയ ട്രഡീഷണൽ ആകൃതിയുള്ള വീടുകളൊക്കെ കൈവരും. അത് പണിയാനായിട്ട് സാധിക്കും. വാഹനമാണെങ്കിൽ നീറ്റായിട്ടുള്ള വാഹനം, ഭയങ്കര ലക്ഷൂറിയസ് എന്നുള്ള രീതിയിലല്ല, നീറ്റ് ആൻഡ് പ്രീമിയം ആയിട്ടുള്ള വാഹനങ്ങൾ കൈവരും. ഇതൊക്കെയാണ് ഇതിന്റെ അവസ്ഥ. ഇത് ദശാബുദ്ധിയും ഗോചരവുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന സമയത്തായിരിക്കും ഈ ഫലം വരിക എന്ന് ഓർക്കണം. ഇതിന് ഇനി ഒത്തിരി ഫലങ്ങളുണ്ട്. സ്ത്രീ ജാതകത്തില് ചൊവ്വയോടുകൂടി ഗുരു ഇരുന്നാൽ ഫലമാണെങ്കിൽ, തിരിച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക, ഗുരുവിനോടുകൂടി ചൊവ്വ ഇരുന്നെന്ന് വിചാരിക്കുക സ്ത്രീ ജാതകത്തില്, എങ്കിൽ ബി കെയർഫുൾ. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഡിഗ്രി വൈസ് നോക്കണം. എങ്കിൽ നിങ്ങൾക്ക് സന്താനം ഉണ്ടായി കഴിയുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒരു സന്താനത്തിന് 3 വയസ്സ് വരെ. കാരണം ഗുരു എന്നത് സന്താനകാരകനാണ്. അപ്പൊ ചൊവ്വ ഗുരുവിനോട് കൂടി സ്ത്രീ ജാതകത്തിൽ ഇരുന്നാലോ, അപ്പൊ അന്തണനോട് കന്തൻ ചേർന്നിടിൽ എന്നുള്ളത് പറയേണ്ടി വരും. അതിന് പാടലൊക്കെ ഉണ്ട്, ഞാൻ അതെടുത്ത് പറയുന്നില്ല. ഇതിൽ തന്നെ നമ്മൾ പറഞ്ഞു പോവുകയാണ്. വ്യാഴത്തിനോടുകൂടി ചൊവ്വ ഇരുന്നാൽ കുട്ടികൾ ഉണ്ടായതിനു ശേഷം ചിലപ്പോൾ കുറച്ച് സ്ട്രെയിനൊക്കെ ഉണ്ടാവും. രക്തം സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ആ സമയത്ത് ഉണ്ടാവും. കുട്ടിക്കും പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കുട്ടിക്കാണ് പ്രശ്നം, ഭാര്യയ്ക്കാണ് പ്രശ്നം എന്ന് ഒക്കെ. നിങ്ങളുടെ ഭാര്യയ്ക്ക് യോഗമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് ആവശ്യമാണ്. ഇതൊക്കെ ഒറ്റ റൂള് കൊണ്ട് ഒരു കാരണവശാലും ഫലം പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു മിനിമം ഒരു 56, ഒരു റൂളിൽ തന്നെ ഒരു 56, ഒരു മെയിൻ റൂൾ എടുത്തിട്ട് ഒരു 56 സബ് റൂൾസ് ഇങ്ങനെ നോക്കിയിട്ടാണ് ആ ഫലത്തെ തോക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു ജാതകം നോക്കണ സമയത്ത് ഒരേ ജാതകം തന്നെ എടുക്കുമ്പോ, ഇപ്പൊ ഞാൻ ജനിച്ച സമയത്ത് തന്നെ ജനിച്ച ഒത്തിരി പേരുണ്ടാവും. പക്ഷെ എല്ലാവരും ജ്യോത്സ്യനോ കളരിക്കാരനോ അല്ലെങ്കിൽ ടീച്ചിങ് പ്രൊഫഷനിൽ വന്ന ആളോ ഒക്കെ ആയിക്കൊള്ളണമെന്നില്ല. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ തന്നെ അതേ സമയത്ത് ജനിച്ചിട്ട് എന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്ന് പറയുമ്പോ അതിനൊരു ഗുട്ടൻസ് ഉണ്ട്. അതങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതിന് അതിന് ഒരു പ്രത്യേക കാര്യം അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഒരാൾ എന്താവും, തൊഴിൽ പോലും എന്താവും എന്ന് അറിയാൻ പറ്റത്തുള്ളൂ, ഏത് തരത്തിൽ പോകുന്ന അറിയാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ ജ്യോതിഷന്മാര് ട്രഡീഷണലി പറഞ്ഞും പഠിപ്പിച്ചും വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ട്രഡീഷണൽ ആയിട്ട് അസ്ട്രോളജി പഠിച്ചവർക്ക് കുറെ കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. അപ്പോൾ അത്തരത്തിൽ നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. ഒരൊറ്റ ജാതകം മാത്രം നോക്കിയിട്ട് ക്ലാരിറ്റിയിൽ ബലം പറയുക എന്ന് പറയുന്നത് ഈ പറയുന്ന ഞാനിപ്പോ ചൂണ്ടിക്കാട്ടുന്ന അതൊക്കെ പല വീഡിയോകളിൽ ഇനി നമ്മൾ പറയാനിരിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. എങ്കിലും ഈ പൊസിഷൻ ചൊവ്വ ഗുരു എന്ന് പറയുന്ന കുറെ കാര്യങ്ങളെ കാണിക്കും. ഏത് അതിൽ നൽകുമെന്ന് അറിയാനായിട്ട് വേറെ സബ് റൂളുകൾ എടുക്കേണ്ടിയിരിക്കുന്നു. എങ്കിലും കോമൺലി പറഞ്ഞ ചൊവ്വയോടുകൂടി ഗുരു ചേർന്നാൽ നല്ല ഭർത്താവിനെ കിട്ടാൻ, നല്ല പണമുള്ള, നല്ല അടക്കമുള്ള, നല്ലൊരു ഭർത്താവിനെ കിട്ടാൻ സ്ത്രീകൾക്ക് സാധ്യത ഉണ്ട്. തിരിച്ചാണെങ്കിൽ കുട്ടി ഉണ്ടായതിനു ശേഷം ചില വിഷയങ്ങളും കുടുംബത്തിൽ ഉണ്ടായേക്കാം. ഇന്നേക്ക് ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗതീശ്വരായ നമഃ.